ഹായ്, ഞാൻ സിദ്ധാർത്ഥ്. ഞാനിപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ വരുന്നത് കേരളത്തിലെ മലപ്പുറത്ത് നിന്നാണ്. സോ ഇതാണ് നമ്മുടെ ക്യാമ്പസ്. നമുക്ക് മെയിൻലി വരുന്നത് 2 ബേസാണ്, ഒന്ന് മെയിൻ ബേസും ഒന്ന് 9th ബേസും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മെയിൻലി 2 ക്യാമ്പസാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസ്, പിന്നെ കുറച്ച് ദൂരമുള്ളത് നമ്മുടെ 9th ബേസാണ്. ഇപ്പോൾ നമുക്ക് മെയിൻ ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഒരുപാട് ഗാർഡൻസ്, ബാക്ക് തന്നെയായിട്ട് ഒരുപാട് ഫൗണ്ടൈൻസ്. നമുക്ക് ഏതൊരാൾക്കും നമുക്കൊരു യൂണിവേഴ്സിറ്റി ആണ്, നമുക്കൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ ഇരിക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഹാപ്പിയായി ജോളിയായിരുന്നു പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മെയിൻ ക്യാമ്പസിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത്. എൻ്റെ ബാക്ക് കാണുന്നതാണ് നമ്മുടെ ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെന്റ്, തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ബയോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അടുത്ത് തന്നെ നമ്മുടെ അനാട്ടമി, പാത്ത് ഫിസിയോളജി, നമ്മുടെ MBBSലെ ഏറ്റവും മെയിൻ കൂടുതൽ വരുന്ന മെയിൻ സബ്ജക്ട്സ് എല്ലാം വരുന്നത് നമ്മുടെ ഈ മെയിൻ ക്യാമ്പസ് തന്നെയാണ്. എൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ സിമുലേഷൻ സെൻറ്റർ. ഈ സിമുലേഷൻ സെൻറ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ICU, ഓപ്പറേഷൻ തിയേറ്റർ, നമ്മുടെ NICU എല്ലാത്തിൻ്റെ സിമുലേഷൻസ് വേൾഡ് ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ മെയിൻ ലബോറട്ടറി ആണ്. നമ്മുടെ ലബോറട്ടറി തന്നെ നമുക്ക് എല്ലാം വേണ്ട ഫെസിലിറ്റീസ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന നമ്മുടെ എല്ലാ ബേസിക് MBBSൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളുടെയും സിമുലേഷൻ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം. അതിനോട് കൂടി തന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ MBBSന് വേണ്ടിയിട്ടുള്ള എല്ലാ ബുക്സും കിട്ടുന്ന ഒരു നല്ല ലൈബ്രറി എല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മെയിൻ ക്യാമ്പസിലാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ 9th ബേസും സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ തന്നെ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു കൺവെൻഷൻ സെൻറ്റർ ഉണ്ട്. നമ്മുടെ മെയിൻ ഇവൻറ്റ്സ് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. സോ നമ്മുടെ അടുത്ത ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 13ഓളം നമുക്കിവിടെ ഇന്ത്യൻ ഫാക്കൽറ്റീസിനെ വരുന്നുണ്ട്. ഇന്ത്യൻ ഫാക്കൽറ്റിയിൽ നമ്മുടെ ഒരാൾ നമ്മുടെ മലയാളിയാണ്. നമ്മുടെ മെയിൻ അനാട്ടമി, നമ്മുടെ MBBSലെ ഏറ്റവും മെയിൻ സബ്ജക്റ്റായ അനാട്ടമി എടുക്കുന്ന നമ്മുടെ ഒരു ഇന്ത്യൻ ഫാക്കൽറ്റീസാണ്. ഇപ്പോൾ ഞാൻ 3rd ഇയർ ആയി. അതോടുകൂടി നമ്മുടെ ഇന്ത്യൻ ഫാക്കൽറ്റീസിൻ്റെ എണ്ണം കുറഞ്ഞു. പക്ഷേ നമുക്ക് ഇപ്പോൾ എടുക്കുന്ന ഉസ്ബെക്കീസ് തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഉസ്ബെക്ക് തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടേഴ്സാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇപ്പോൾ ഓങ്കോളജി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് പീഡിയാട്രിക്സ് ആണെങ്കിൽ തന്നെ ഫർഗാൻ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പീഡിയാട്രീഷ്യനാണ് നമുക്ക് എടുക്കാനുള്ളത്. അതുകൊണ്ട് പക്ഷേ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. സോ നമുക്ക് അതുപോലെ ഹോസ്പിറ്റൽ എക്സ്പോഷർ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം വളരെ നല്ല ഹോസ്പിറ്റൽ എക്സ്പോഷറാണ് കിട്ടുന്നത്. ഇപ്പോൾ ഓങ്കോളജി ആണെങ്കിൽ നമ്മൾ ഒരുപാട് സർജറീസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പാത്ത് ഫിസിയോളജി, പാത്ത് അനാട്ടമിയിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടംസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഇപ്പോൾ നമ്മൾ പുറത്തൊരു കൺട്രിയിൽ പഠിക്കുക എന്നുള്ളൊരു ഫീലില്ലാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന അത്രത്തോളം തന്നെ നമുക്ക് എക്സ്പോഷർ നമുക്ക് ക്ലിനിക്കലിയും തിയററ്റിക്കലും കിട്ടി പഠിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് വേൾഡിൽ. നമുക്കിപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക്. നമ്മൾ ഹോസ്റ്റലിനെ കൂടി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻലി വരുന്ന 3 ഹോസ്റ്റലാണ്. വാത്നി, 9th ബേസ് ആൻഡ് 11th ബേസ്. ഇത് 3 നമ്മുടെ മെയിൻ ക്യാമ്പസിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. 9th ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് നമ്മുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 3 times എവറി ഡേ നമുക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് സപ്പോസ് ചേഞ്ചിന് വേണ്ടി പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് KFC ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഷവർമ, ഇവിടെ ലവാഷ് എന്ന് പറയും. സോ അങ്ങനത്തെ ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഞാനെൻ്റെ ഫ്രണ്ട് കൂടി അപ്പാർട്ട്മെൻറ്റാണ് നിൽക്കുന്നത്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, നമുക്ക് കൂടുതൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്ക് സെൽഫ് സ്റ്റഡിക്കും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബിൽഡിങ്സ് ആണ്. സോ അതായത് നമ്മുടെ ഇത്ര അടുത്ത് നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ് മെയിൻ ക്യാമ്പസിൻ്റെ. അതുപോലെ തന്നെ നമുക്ക് അവിടെ വേണം നമുക്ക് ഫുഡ് ഓൺ പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഇന്ത്യൻ സെയിം പ്രൈസിൽ തന്നെ നമുക്ക് കുറച്ച് മസാലാസ് വേണമെങ്കിൽ ഇവിടെ കിട്ടും. സോ നമുക്ക് നമ്മുടേതായ മസാല കൊണ്ടുവരാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം. പച്ചക്കറി ആണെങ്കിലും എല്ലാം ആണെങ്കിലും നമുക്ക് ഏകദേശം ഇന്ത്യൻ പ്രൈസസ് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സ് ആണെങ്കിൽ അങ്ങനെ പോയി വാങ്ങാം. ഇപ്പോൾ നമുക്ക് ഡെയിലി മാർക്കറ്റ്സ് ഉണ്ട്, അവിടെ പോയി നമുക്ക് ഫ്രഷ്ലി വെജിറ്റബിൾസ് നമുക്ക് ഭയങ്കര ചീപ്പ് ആൻഡ് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റും. സോ നമ്മളിനി ഫർഗാനയിലേക്ക് ട്രാവൽ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ബേസിക്കലി വരുന്നത് മലപ്പുറത്താണ്. സോ എനിക്ക് എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. സോ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മോർണിംഗ് 3 o'clock എയർ അറേബ്യ കയറി കഴിഞ്ഞാൽ ഒരു 6 o'clock കൂടി ഞാൻ ഷാർജയിലെത്തും. അവിടുന്ന് വെറും 45 minutes ലെയർ കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാഷ്കണ്ട് ഫ്ലൈറ്റ് ആണ്. സോ ഞാനൊരു ഉച്ചയാകുമ്പോഴേക്ക് എന്നെ ടാഷ്കണ്ട് എത്തും. ടാഷ്കണ്ട് നമുക്ക് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 45 minutes നമുക്ക് ഫർഗാൻ റീച്ച് ആവാവുന്നതാണ്. ട്രെയിൻ ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഹൈ സ്പീഡ് ട്രെയിൻസ് ഉണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 2 or 3 hours നമുക്ക് എത്താവുന്നതാണ്. ഇപ്പോൾ നമ്മളിനി വിക എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഏകദേശം 4 വർഷമായി ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ഇതുവരെ നമ്മളോട് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കോൺടാക്ട് ഇപ്പോൾ നമ്മൾ അൻഡ്രായ് സാർ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും വെക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എംബസീൻ്റെ ഹെൽപ്പ് ആണെങ്കിലും വിസ പ്രോസസ്സിംഗ് ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ പാരൻസിന് ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും അവരുടെ വിസ, അവരുടെ ടിക്കറ്റിംഗ് എല്ലാത്തിനും നമ്മളെ എല്ലാ ഹെൽപ്പും ചെയ്യുന്നത് നമ്മുടെ വിക തന്നെയാണ്.